ആ നരകത്തെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ പേടിച്ചു പോയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉറൂസിൽ കടന്നു വന്ന പെങ്ങളെ, പൊന്നുമോളെ, വല്ലാതെ ഭയപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, നരകത്തിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നരകം കണ്ടിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നരകത്തിലധികവും പെണ്ണുങ്ങളാ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, നിങ്ങളെ ശരീരത്തിലെ നിന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, നിന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, ആ രോമം നീ താഴേക്ക് വെളിയിലേക്ക് നീ തുറന്നിട്ട് കൊണ്ട് നടന്നാൽ പടച്ച റബ്ബ് നാളെ നിന്റെ തലയിൽ ഒരു തൊപ്പി വെക്കുകയാ. നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി അല്ലാഹു നിന്റെ തലയിലേക്ക് വെച്ച് തരികയാണ്. നിന്റെ തലച്ചോറ് പോലും അവിടെന്ന് ഉരുകി ഒലിക്കുമെന്ന് അവിടെന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഫബർസുഖുസിക അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ നിന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരുവികളും തേനിരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, കഷ്ടപ്പാടില്ല, ജോലിയില്ല, പ്രയാസമില്ല, രോഗമില്ല, വയസ്സായവരില്ല, പ്രായമുള്ളവരില്ല, മലമൂത്ര വിസർജനമില്ല, ജോലിക്ക് പോകണ്ട, കഷ്ടപ്പാടില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഒരു കഷ്ടപ്പാടുമില്ലാത്ത പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. മോനെ, സ്വർഗ്ഗത്തിലൂടെ ഹൂറില്ലീകൾ ഇങ്ങനെ നടക്കുകയാണ്. നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് സേവനം ചെയ്യാൻ. പടച്ചവനെ, മംഗലാപുരത്തുള്ള പെണ്ണുങ്ങളെ പോലെയല്ലടാ അല്ലാഹുവേ, സ്വർഗ്ഗത്തിലെ ഹൂറില്ലീകളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ച് നിനക്ക് പറയാനോ ചിന്തിക്കുവാനോ കഴിയുകയില്ല. അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നിനക്ക് തിരിയുകയില്ല. സ്വർഗ്ഗത്തിലൂടെ നടന്നുപോയ ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടം പങ്കാലുണ്ടല്ലോ, ആ മടം പങ്കാല് കണ്ടപ്പോഴാ പലരും അത്ഭുതപ്പെട്ടു പോയത്. ആ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ നിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് വേണ്ടത് എടുത്തു തരാൻ, നിന്നെ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുത്തി സുഖിപ്പിക്കുവാൻ ആ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ അഭിലാഷം, അതായിരിക്കണം മനുഷ്യ നിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാ നീ ജീവിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് കടന്നു പോകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇതായിരിക്കണം നിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗത്തിൽ പോകണമെന്നാണ്, മരണദാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യമെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്നിട്ട്
അല്ലാഹു പറയുകയാ, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ കേൾക്കാനാണ്. ഈ സദസ്സിലിരിക്കുന്ന മക്കൾ അല്ലാഹു തന്നിട്ടുള്ള മാതാപിതാക്കൾ കേൾക്കാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനമായിരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, എടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകമോചനമായിരിക്കണം. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുകയാ, ഒറ്റയ്ക്ക് പോകല്ലേ, ഒറ്റയ്ക്ക് പോകല്ലേ. നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് കരകയറിയിട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നീ നിന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണേ, നീ നിന്റെ മക്കളെ കൂടെ കൊണ്ടുപോകണേ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോ സ്വന്തം കാര്യം നോക്കല്ലേ വാപ്പ. അള്ളാന്റെ ഖുർആൻ പറയുകയാ, നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോ സ്വന്തം കാര്യം നോക്കി പോകരുത്. പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നീ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. ആരുടെ വിഷയത്തിലെന്നറിയുമോ? നിന്റെ ഭാര്യയുടെ വിഷയത്തില്, നിന്റെ ഭാര്യയുടെ വിഷയത്തില്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന നിന്റെ ഭാര്യയെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും, നിന്നോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിന്റെ വിചാരണ കഴിഞ്ഞ അടുത്ത ചോദ്യം നിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കുകയാ. അത് കഴിഞ്ഞാ നിന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ചറപ്പ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ, നിന്റെ പൊന്നുമക്കള്. അവര് അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടല്ലോ, സ്വർഗത്തിലൊരു വീട് കിട്ടുമല്ലോ. ഏത് മനുഷ്യനെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ട്. ചെറുപ്പക്കാരാ, മോനെ പെണ്ണ് കെട്ടിയവനും ചെയ്യണം, പെണ്ണ് കെട്ടാത്തവനും ചെയ്യണം, മക്കളുള്ളവനും ചെയ്യണം, മക്കളില്ലാത്തവനും ചെയ്യണം, പ്രായമുള്ളവനും ചെയ്യണം, പ്രായമില്ലാത്തവനും ചെയ്യണം, പണമുള്ളവനും ചെയ്യണം, പണമില്ലാത്തവനും ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നീ എപ്പോ ദുആ ചെയ്താലും ഈ ദുആ പറയണേ. ഈ ദുആ ചെയ്താ അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു വീട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാഹ്.
ഒരു സ്വാലിഹായ ഭർത്താവിനെ തരണേ അല്ലാ. എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ അല്ലാ. എന്റെ ഭാര്യയെ നന്നാക്കി തരണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം പടച്ചവനെ. അതാണ് ഇവിടുന്ന് ദുആ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൂന്നാമതായി ദുആ ചെയ്യേണ്ടത് എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, വെറുതെ നടക്കരുത്, ദുആ ചെയ്യാതെ നടക്കരുത്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂ വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ فإن الله غفور رحيم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒന്നാമത് പറയണം ഇറച്ചവനെ, എന്റെ ഭാര്യയെ നന്നാക്കണം തമ്പുരാന്, എന്റെ മക്കളെ നന്നാക്കണം തമ്പുരാന്, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നന്നാക്കണം തമ്പുരാന്. രാജയമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസാരമല്ല, കളിയല്ല. നിന്റെ ഭാര്യക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവ്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ബാപ്പയാകൂ. അങ്ങനെയാകാൻ ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണമല്ലോ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു ഭർത്താവ് എങ്ങനെയുള്ള ഭർത്താവാകണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറപ്പ് ഒരു ഭർത്താവിനെ പരിചയപ്പെടുത്തുകയാ, ഒരു വാപ്പാനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൂന്ന് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മുദ്മിനുൽ ഖംർ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, സിറാജല്ല. പടച്ചവനെ, ഈ ഹദീസ് തബ്റാനിയിൽ കാണാം, ബൈഹഖിയിൽ കാണാം, ഒരുപാട് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഹദീസുകൾ. സിറാജ് വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ, സ്വർഗ്ഗം ഹറാമാക്കപ്പെട്ട ഒന്നാമത്തെ വ്യക്തി ആരാ? കള്ള് കുടിക്കുന്നവനാ, കഞ്ചാവടിക്കുന്നവനാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവനാ, പടച്ചവനെ, കയ്യിലേക്ക് മരുന്ന് കുത്തിവെക്കുന്നവനാ, ചെറിയ ചെറിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങിയിട്ട് നാവിനടിയിലും ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വെച്ചിട്ട് ലഹരി ആസ്വദിക്കുന്ന യുവത്വേ, റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ, നീ സ്വർഗ്ഗത്തിലേക്ക് കടക്കൂല. പടച്ചവനെ, ഇന്നൊരു പ്രിയപ്പെട്ട മാതാവ് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഉസ്താദേ, ഒരിക്കലും സ്ഥലം പറയരുത്, ഒരിക്കലും സ്ഥലം പറയരുത്. ഉസ്താദ് ദുആ ചെയ്യണേ. പടച്ചവനെ, മരുമകളും സ്വന്തം മകനും കൂടെ ഒരുമിച്ചിരുന്ന് ബിയറടിക്കുകയാ. ഒരു ഉമ്മ പറയുകയാ, ഉസ്താദേ, ദുആ ചെയ്യണം, എന്റെ മകനും എന്റെ മരുമകളും ഒരുമിച്ചിരുന്ന് ബിയറടിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഒന്നാമതായി പറയുകയാ,
കണ്ടുകുടിക്കുന്ന ചെറുപ്പക്കാരാ, നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയുമോ? പേപ്പട്ടിയെ കാണാറുണ്ടല്ലോ, എടാ ഉച്ച സമയത്തൊക്കെ റോഡിലൂടെ പോകുന്ന നായിയെ കാണുമല്ലോ, നാക്ക് നീട്ടിയിട്ടിരിക്കുമല്ലോ, വായിലൂടെ യഥാ പതയും നൊരയും ഇങ്ങനെ പട്ടിയുടെ നാവിൽ നിന്ന് താഴെ വീഴുമല്ലോ. പേ പിടിച്ച പട്ടിയെ പിന്നെ പറയേണ്ടതില്ലല്ലോ. നാളെ നന്ദാവര പള്ളിയുടെ കബർസാലിൽ നിന്ന് പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഉയരമുള്ള സ്ഥലത്തു നിന്ന് നിർത്തിയിരിക്കുകയാ. പേപ്പട്ടിയെ പോലെ നിന്റെ നാവിങ്ങനെ നെഞ്ചിന്റെ ഭാഗം വരെ തൂക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ നാവുണ്ടല്ലോ, കഞ്ചാവടിക്കുന്നവന്, മയക്കുമരുന്നടിക്കുന്നവര്, സിറാജ് ഉസ്താദേ നിങ്ങൾക്കതിന്റെ പവർ അറിയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയാ വല്ലാത്ത സുഖമാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, വേണ്ടടാ, എനിക്ക് ജീവനുള്ള കാലത്തോളം അത് ഞാൻ കഴിക്കുകയില്ല. കാരണം എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണമല്ലോ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകണമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ആ പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നെഞ്ചിന്റെ വയറിന്റെ ഭാഗം വരെ താഴ്ത്തിയിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാ. എന്തൊരു ദുർഗന്ധമെന്നറിയോ? പുഴുത്തു നാറുമടാ, പുഴുത്തു നാറും ചെറുപ്പക്കാരാ. ഭർത്താവ് കള്ളു കുടിക്കുമ്പോൾ, ഭർത്താവ് കള്ളു കുടിച്ചിട്ടതിന് പ്രോത്സാഹനം നൽകുന്ന പെണ്ണുങ്ങളുണ്ട്. എന്റെ പെങ്ങളെ, ഒരിക്കലും നീ അതപ്പതിച്ചു പോകരുത്, ഒരിക്കലും നീ അതപ്പതിച്ചു പോകരുത്, ഒരിക്കലും നീ അതിനെ കൂട്ടു നിൽക്കരുത്, ഒരിക്കലും നീ അതിനെ വിട്ടുവീഴ്ച ചെയ്യരുത്. നീ അവന്റെ കൂടെ കടക്കാൻ പാടില്ലല്ലോ. നിയമങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അതുകൊണ്ട് ഞാൻ കുടുംബജീവിതം തകർക്കാമെന്നവനല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ സലാസത്തുൻ ഖദ് ഹറമല്ലാഹു തആല അലൈഹിമുൽ ജന്ന മുദ്മിനുൽ ഖംർ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ നരകത്തിലേക്ക് കടന്നു പോകുന്ന, സ്വർഗത്തിന്റെ അകത്തൊരിക്കലും കടക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പടച്ചവനെ, തനിക്ക് ജന്മം നൽകിയ തന്റെ പിതാവുണ്ടല്ലോ, തനിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച പിതാവുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിനക്ക് പാല് തന്ന് പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മയുണ്ടല്ലോ, ആ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മനുഷ്യ, ആ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മനുഷ്യ, ആ മാതാപിതാക്കളെ തല്ലുന്ന ചെറുപ്പക്കാരാ, കുത്തുവാക്കുകളും പരിഹാസങ്ങളും പറയുന്ന യുവത്വമേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവര്, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, വദ്ദയ്യൂസു അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസാ. വിഷയത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാത്ത മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയുവോ? തന്റെ ഭാര്യ, തന്റെ മക്കള്, പടച്ചവനെ, തന്റെ ഭാര്യ സന്താനങ്ങൾ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വൃത്തികേടിന് സമ്മതം കൊടുക്കുന്ന ഭർത്താവ്. എന്ത് മോശമായ കാര്യവും ചെയ്യാൻ, ഏത് വൃത്തികേടുകളെ ചെയ്യുവാനും സമ്മതം കൊടുക്കുന്ന ഭർത്താവ്. തലമുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ആലിമാണെങ്കിലും ഹജ്ജ് ചെയ്തവനാണെങ്കിലും വഅദ് പറയുന്നവനാണെങ്കിലും തങ്ങളാണെങ്കിലും ഏത് വലിയാണെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഭാര്യ വൃത്തികേടുകൾ ചെയ്യാൻ, സിനിമ കാണാ, സീരിയല് കാണാ, തുണി മറയ്ക്കാതെ നടക്കാ, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കാ, ഏത് പേക്കൂത്തുകളും കാണിക്കാൻ സമ്മതം കൊടുത്താ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ഹറാമാ. എന്റെ പ്രിയപ്പെട്ടവരെ, പേടിക്കണം.
പറയുന്ന വാപ്പമാര്, ഇത് നിന്റെ നെഞ്ചത്തേക്ക് കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. ഇത് നിന്റെ നെഞ്ചത്തിലേക്കാ ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, പടച്ചവനെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്തെല്ലാം ദുസ്വഭാവങ്ങളാണ് അവൾക്ക്. പടച്ചവനെ നീ തിരുത്താറില്ലല്ലോ, എന്തുകൊണ്ട് തിരുത്തുന്നില്ല, എന്തുകൊണ്ട് തിരുത്തി കൊടുക്കുന്നില്ല? പടച്ചവനെ തെറ്റ് തന്നെയാണല്ലോ, അതാര് ചെയ്താലും തെറ്റ് തന്നെയാണല്ലോ. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്തിരുന്നു കൊണ്ട് ഏസലി പറയുമല്ലോ, പരദൂഷണം പറയുമല്ലോ, മറ്റുള്ളവരെ കുറ്റം പറയുമല്ലോ. എടാ, തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്തതെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. പ്രവാചകൻ പറയുമായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖുൽതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ കദാ വകദാ فقال صلى الله عليه وسلم لقد قلت كلمة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, നബിയേ, അവിടെന്ന് പറഞ്ഞു, നബിയേ, സഫിയ നീളം കുറഞ്ഞവളാ. സഫിയ എന്ന് പറയുന്ന മഹദിയെ കുറിച്ച് അവൾ നീളം കുറഞ്ഞവളാണ്, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് പറയുമല്ലോ. നിന്റെ ഭാര്യ അയൽവാസിയെ കുറിച്ച്, ഏട്ടന്റെ ഭാര്യയെ കുറിച്ച്, അനിയന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ പെങ്ങളെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച് അവൾ അങ്ങനത്തെവളാണ്, ഇവൾ ഇങ്ങനത്തെവളാണ്, അവൾ അങ്ങനെ ചെയ്യുന്നവനാണ്, ഇവൻ ഇങ്ങനെ ചെയ്യുന്നവനാണ്, അവൾ നീളം കുറഞ്ഞവളാണെന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവളെ പച്ച ഇറച്ചി തിന്നില്ല, അവളെ പച്ചയ്ക്ക് കത്തിച്ചില്ല, അവളെ നാണം കെടുത്തിയില്ല. പടച്ചവനെ, മുത്തുനബി അങ്ങനെയായിരുന്നു. തെറ്റ് കണ്ടാ തിരുത്തുമായിരുന്നു. അത് മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീടിനകത്തേക്ക് കടന്നു വരികയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ മുഖം ചുമക്കുകയാ. പ്രവാചകന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വഹാബാ, തെറ്റ് കണ്ടാ നിങ്ങൾ തിരുത്തണേ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ അനുവാദം കൊടുക്കരുത്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ സമ്മതം കൊടുക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഈ നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന അനാചാരങ്ങള്, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മൾ തിരുത്തുകയില്ലല്ലോ, നമ്മളത് തിരുത്താൻ തയ്യാറല്ലല്ലോ. എന്തുകൊണ്ട് നമ്മളത് തിരുത്തി കൊടുക്കുന്നില്ല? അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ തലമറയ്ക്കാതെ നടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതു മനുഷ്യനാവുള്ളത്? ഉടുതുണി ഉരിഞ്ഞിട്ട് കിടന്ന് ആടുന്ന ആണിന്റെയും പെണ്ണിന്റെയും സിനിമ കണ്ട് ആസ്വദിക്കുന്നത് പാപമാണെന്നറിയാത്ത ഏതു ഭർത്താവുള്ളത്? നിസ്കരിക്കാതെ കിടക്കുന്നത് പാപമാണെന്നറിയാത്ത ഏത് ഭർത്താവുള്ളത്? എല്ലാവർക്കും അറിയുമല്ലോ. പക്ഷേ നമ്മൾ തിരുത്താ. പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ വല്ലാതെ പേടിക്കണം സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, പടച്ചവനെ, നമ്മുടെ മക്കൾ ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ വളരുന്നത്? നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വളരുന്നത്. പടച്ചവനെ, ബാപ്പയും ഉമ്മയുടെയും സ്വഭാവം മക്കള് കണ്ടുകൊണ്ട് വളരുകയാ. എന്തിനാ സഹോദരാ പെണ്ണിനെ ഇത്രയും സൂക്ഷിക്കാ പറയുന്നത്?
അതെന്തിനാ? പെണ്ണിനോട് വല്ലാത്ത ദേഷ്യമുള്ളത് കൊണ്ടല്ല. ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഭർത്താവും മാതാപിതാക്കളും സൂക്ഷിക്കണമെന്ന് പറയാറുള്ള കാരണം എന്താ? ഒരു പെണ്ണ് നന്നായാ എല്ലാം നന്നാകുമല്ലോ. ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാകുമല്ലോ. വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിന്റെ അകത്തെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. ഒരു നല്ല ഉമ്മയുടെ ഗർഭാശയത്തിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു നല്ല ഉമ്മാനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഒരു നല്ല ഉമ്മയെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. പെണ്ണ് കെട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാര്, പെൺമക്കൾക്ക് ആ ഭർത്താവിനെ തെരഞ്ഞു നടക്കുന്ന ഉപ്പമാരോട് നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല പെണ്ണിനെ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജാ ഖലീഫയായിട്ടിരിക്കുമ്പോ രാത്രി ഇറങ്ങി നടക്കുകയാണ്. തന്റെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചറിയാ ഉമർ തങ്ങൾ ഉറക്കമൊടിച്ചിട്ട് നടക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു കുടിലിനകത്ത് വഴക്ക് നടക്കുകയാ. ഒരുമ്മയും മകളും കൂടെ വീടിനകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാണ്. ഒരുമ്മയും മകളും വല്ലാതെ വഴക്ക് കൂടുകയാണ്. എന്താ കാരണമെന്നറിയുവോ? ഉമ്മ പറഞ്ഞു, മോളെ പാലിൽ വെള്ളം കലർത്താൻ ഉമ്മ പറയുകയാ. ഉമ്മ തന്റെ മകളോട് പറയുന്നു പാലിൽ വെള്ളം കലർത്താൻ. ഉമ്മയോട് തന്റെ പൊന്നുമോള് പറഞ്ഞു, ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യം ഭരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബാണ് രാജ്യം ഭരിക്കുന്നത്. പടച്ചവനെ, അതാ പിടിച്ചാൽ വല്ലാത്ത ശിക്ഷയാണല്ലോ. ഉമർ തങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്കുകയാണ്. പൊന്നുമകൾ ഉമ്മയോട് പറയുകയാ. ആ സമയത്ത് ഉമ്മ പറയുന്നു, മോളെ ഉമറങ്ങു മദീനയിലല്ലേ, ഉമർ തന്റെ വീടിനകത്തല്ലേ. ഈ രാത്രിയിൽ നമ്മൾ വെള്ളമൊഴിക്കുന്നത് ഉമർ അറിയില്ലല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ ഉമ്മ അതാ പൊന്നുമകളോട് അവിടെ നിന്ന് കൽപ്പിക്കുമ്പോ പൊന്നുമോള് പറഞ്ഞു, ഉമ്മ ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ. ഉമർ അറിഞ്ഞില്ലെങ്കിലും ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹു അറിയുമല്ലോ. പടച്ചവരെ, പൊന്നുമകൾ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോയി. പടച്ചവനെ, സുബഹി നമസ്കാരം കഴിഞ്ഞു. ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആ വീട്ടുകാർ മരണമാണ്. അവർക്ക് വല്ലാത്ത പട്ടിണിയാണ്. ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. ഉമ്മ തന്റെ പൊന്നുമകളോട് പാലിൽ വെള്ളം കലർത്താൻ പറയാറുള്ള കാരണം എന്തെന്നറിയോ? ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞിരിക്കുകയാ. ഒട്ടകത്തിന്റെ പാല് കുറഞ്ഞു പോയപ്പോ കഴിക്കാൻ ഭക്ഷണമില്ല, വീടിന്റെ അകത്ത് പട്ടിണിയാണ്. അതുകൊണ്ടാണ് ഉമ്മ തന്റെ പൊന്നുമകളോട് പാലില് വെള്ളം കലർത്താൻ പറഞ്ഞിരിക്കുന്നത്. ഉമർ തങ്ങൾ അറിയുകയാ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീടിനകത്തേക്ക് കടന്നു പോവുകയാണ്. തന്റെ ആമക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, മക്കളെ, ഒരു പാവപ്പെട്ട യതീമായ പെൺകുട്ടിയുണ്ട്. അല്ലാഹുവിനെ വല്ലാത്ത പേടിയുള്ള പെൺകുട്ടിയാണ്. എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടി
പെൺകുട്ടിയെ വിവാഹം കഴിക്കുമായിരുന്നു. എനിക്കതിന് കഴിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് ചോദിക്കുകയാണ്. ആസിം എന്ന് പറയുന്ന മകനോട് രണ്ട് മക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, പെണ്ണ് കെട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കെട്ടുമായിരുന്നു ആ പെണ്ണിന്. കാരണം അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ, അവൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണാ, അവൾ തെറ്റ് ചെയ്യാത്ത പെണ്ണാണ്, അവൾ ഹറാമ് ചെയ്യാത്ത പെണ്ണാണ്, പടച്ചവനെ പേടിച്ച് നടക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങളിൽ ആരാണ് അവളെ വിവാഹം കഴിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ആസിം എന്ന് പറയുന്ന പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ ഞാൻ തയ്യാറാണ്. പണമില്ലെങ്കിലും യതീമാണെങ്കിലും പാവപ്പെട്ടവളാണെങ്കിലും ഇസ്ലാമിന്റെ ഖലീഫയുടെ മകനാണ് പറയുന്നത്. അല്ലാഹുവിനെ പേടിയുള്ളവളാണല്ലോ, അവൾ ഈമാനുള്ളവളാണല്ലോ, അവൾ ദീനുള്ളവളാണല്ലോ, അവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. ആ യതീമായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് രണ്ടുപേരും കുടുംബജീവിതം നയിക്കുകയാണ്. അവരുടെ തലമുറയിലാണ് പടച്ച റബ്ബ് കൊടുത്തതാരെയെന്നറിയുമോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആ മഹാന പടച്ച റബ്ബ് കൊടുത്തതാ കുടുംബ പരമ്പരയിലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമല്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആരെന്നറിയോ? പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വരികയാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. എന്തിനാ ഖിദ്മത്ത് ചെയ്യാറ്? മരിക്കാൻ പോകുകയാണല്ലോ, അവസാനമായിട്ടൊന്ന് ഖിദ്മത്ത് ചെയ്യാറ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നു, പെണ്ണേ, എനിക്കെല്ലാം പൊരുത്തപ്പെടണ യാത്ര പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ വീടിന്റെ വെളിയിലിറങ്ങ്, എന്റെ അടുക്കൽ നിൽക്കല്ലേ. എന്നെ കാണാൻ അതിഥികൾ വരാ സമയമായി, നീ വീടിന്റെ പുറത്തിറങ്ങണേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്റെ ചാരത്ത് നിൽക്കുന്ന ഭാര്യയെ പുറത്തിറക്കുകയാ. വാതിലടയ്ക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, പടച്ചവനെ, ഭർത്താവ് വീടിനകത്ത് കിടന്ന് സംസാരിക്കുകയാ. അവിടുന്ന് സലാമടക്കുകയാ. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ്. ആരോടാണ് ഭർത്താവ് സംസാരിക്കുന്നത്? ആരോടാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സംസാരിക്കുന്നത്? പടച്ചവനെ, ഒന്നും കാണുന്നില്ലല്ലോ. അവസാനം കുറച്ചു കഴിഞ്ഞപ്പോ വീടിന്റെ റൂമിന്റെ അകത്ത് ശബ്ദമില്ല. റൂമിന്റെ അകത്ത് ശബ്ദം കേൾക്കുന്നില്ല. പടച്ചവനെ, വാതില് തുറന്നു. റൂമിന്റെ അകത്ത് വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമടിക്കുകയാ. പടച്ച റബ്ബേ, ചെന്ന് നോക്കിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അല്ലാഹുവേ, പുഞ്ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കുകയാ. ഭാര്യ വീടിന്റെ വെളിയിൽ നിന്നിട്ട് തന്റെ ഭർത്താവ് മലക്കുകളോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്, സലാമടക്കുന്നത് കേൾക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുഖത്തേക്ക് തുണിയിട്ട ഭർത്താവ് പിന്നെ എഴുന്നേറ്റില്ല. പടച്ചവനെ, ആ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പടച്ചവനെ,
മയ്യത്ത് കുളിപ്പിച്ചവർ നോക്കുമ്പോ ശരീരം മുഴുവനും വലിയ വലിയ അടയാളങ്ങൾ കാണുകയാ. ചാട്ടവാറ് കൊണ്ട് തല്ലിയ അടയാളങ്ങൾ കാണുകയാ. എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയില്ലല്ലോ, എങ്ങനെയാണിത് സംഭവിച്ചതെന്നറിയില്ലല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് ജനങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മരണപ്പെട്ടു പോയ ഭർത്താവിനെ കുറിച്ച് തന്റെ ഭാര്യയോട് അവിടുന്ന് ജനങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോ അവിടുന്നൊരു ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ലോകത്ത് അല്ലാഹനെ പേടിയില്ല, എന്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ പേടിച്ച ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, പാഠമുണ്ടടാ ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ തെരഞ്ഞു നടന്നോ. പണവും സൗന്ദര്യവും കുടുംബ മഹിമയും മാത്രമല്ല, ദീൻ വേണേ, അല്ലാഹുവിനെ പേടി വേണേ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ, നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ. അവരെന്ത് തെറ്റ് ചെയ്താലും തിരുത്തടേ, അനുവാദം കൊടുക്കരുത്, ഒരിക്കലും നീ സമ്മതിക്കരുത്. എന്തൊക്കെ വിഷയം സംഭവിച്ചാലും നിന്റെ വീടിന്റെ അകത്ത് ഹറാമു ചെയ്യാൻ അനുവദിക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചൊരു ഭാര്യയും ഭർത്താവും തമ്മിലടിക്കുകയാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ കിടന്ന് വഴക്ക് കൂടുന്നത് പോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കിടന്ന് വഴക്ക് കൂടുകയാണ്. ആരാണെന്നറിയുവോ? എന്തിനാ വഴക്ക് കൂടുന്നതെന്നറിയോ? എന്തിനാ വഴക്ക് കൂടുന്നതെന്നറിയോ? എന്നെ നശിപ്പിച്ചത് നിങ്ങളാ. നിസ്കരിക്കാതെ കിടന്നപ്പോ നിങ്ങൾ പറഞ്ഞാ ഞാൻ അനുസരിക്കുമായിരുന്നല്ലോ, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലല്ലോ. നിങ്ങൾ എഴുന്നേറ്റ് പള്ളിയിൽ പോയി എന്നെ നിസ്കരിക്കാൻ നിങ്ങൾ വിളിച്ചുണർത്തിയില്ലല്ലോ. ഞാൻ തലമറയ്ക്കാതെ നടന്നപ്പോ, ഞാൻ ചുരിദാറും സാരിയും ഉടുത്തിയിട്ട് നടന്നപ്പോ നിങ്ങളിത് തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. എന്നെ പിഴപ്പിച്ചത് നിങ്ങളാണല്ലോ, നിങ്ങളെ പിഴപ്പിച്ചത് നിങ്ങളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാര്യയും ഭർത്താവും നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മണിയോടടുക്കുകയാണ്. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലൊന്ന് ദുആ ചെയ്തുകൂടെ? ഇത് ശഅബാനിന്റെ രാത്രിയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമല്ലേ. ഈ പരിശുദ്ധമായ ശഅബാ മാസത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് നമുക്കൊന്ന് ദുആ ചെയ്യണ്ടേ? അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, റമളാനിലേക്ക് എനിക്ക് നീ ആയുസ് നീട്ടി തരണേ അല്ലാ. പടച്ച റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തകൃതിയിലാണത് നടക്കുന്നത്. പടച്ചവനെ, ഒരു മാസം മുമ്പാണ് അതിന്റെ തറക്കല്ലിട്ടത്. ആ മദ്രസയുടെ പണി റബ്ബേ വല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാ. നിങ്ങൾ കൊടുക്കുന്ന സഹായം കൊണ്ടാ, നിങ്ങൾ കൊടുക്കുന്ന സഹായം കൊണ്ടാ. ആരുടെ മുന്നിലും വലിയവനാകാനല്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാറ്, ഹദീസ് പഠിക്കാറ്, പടച്ചവനെ നിസ്കരിക്കാൻ പഠിക്കാറ്, എല്ലാ നന്മകളും പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ ആ മദ്രസയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ. ഇല്ലെന്ന് പറയില്ലേ, ഇല്ല
ഇല്ലെന്ന് പറയില്ലേ? പെങ്ങളെ, സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള സമയമാ. മോതിരവും കമ്മലും ഒരുപാട് ഇട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ. പടച്ചവനെ, സ്വർണത്തിന് വല്ലാത്ത വിലയാ പെങ്ങള്. എങ്കിലും നിനക്ക് സ്വർഗത്തെ കുറിച്ചറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവേ, പ്രവാചകൻ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ഫാത്തിമ പാവപ്പെട്ടവളാണ്, കഴിക്കാ ഭക്ഷണമില്ലാത്തവളാണ്, ധരിക്കാ വസ്ത്രമില്ലാത്തവളാണ്, കയറിക്കിടക്കാൻ ഒരു നല്ല വീടില്ലാത്തവളാ ഫാത്തിമ. തങ്ങളല്ലേ വിവാഹം കഴിച്ചത്. ഫാത്തിമയ്ക്ക് ശരീരത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല സ്വർണ്ണമിടണമെന്ന് വല്ലാത്ത മോഹമാ. പടച്ചവനെ, മദീനയിലൂടെ പെണ്ണുങ്ങൾ സ്വർണ്ണമിട്ടുകൊണ്ട് നടക്കുന്നത് കാണുമ്പോ ഫാത്തിമ ബീവിക്ക് ഇവിടെ ആഗ്രഹമുണ്ടായിരുന്നു, ഒരിക്കലെങ്കിലും ഒരു സ്വർണ്ണമിടണമെന്ന്. ഒരിക്കലെങ്കിലും അല്ലാഹുവേ, ഫാത്തിമ ബീവിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം കാത്തിരുന്നു. അവസാനം ഒരു ദിവസം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് ഫാത്തിമ ബീവിക്ക് ഒരു വള വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ നിന്നോ ഒരു വള കിട്ടി. ഫാത്തിമ ബീവിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ സന്തോഷമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ സന്തോഷമുണ്ടല്ലോ. അലിയാര് തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. കാരണം സ്വർണ്ണവള വാങ്ങി തന്നിരിക്കുകയാ, സ്വർണ്ണവള വാങ്ങി തന്നിരിക്കുകയാ. ഫാത്തിമയ്ക്ക് എങ്ങനെയും മടുക്കാൻ കഴിയാത്ത സന്തോഷമാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് വരുന്നത്. ആ വളയിട്ടിട്ട് ഒരുപാട് നേരമായില്ല, ആ വളയിട്ടിട്ട് ഒരുപാട് നേരമായില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പിതാവ് വീട്ടിലേക്ക് കയറി വരികയാ. ഫാത്തിമ ബീവി ഉപ്പാനെ കാണിക്കാറ്, എന്റെ ഭർത്താവ് എനിക്കൊരു വള വാങ്ങി തന്നല്ലോ എന്ന് തന്റെ വാപ്പയെ കാണിക്കാ. ഫാത്തിമ ബീവി ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണവള തന്റെ ഭർത്താവ് വാങ്ങിത്തന്ന വള ഒന്ന് കാണിക്കുകയാണ്. റസൂലുള്ള കാണട്ടെ, എന്റെ ഭർത്താവ് വാങ്ങിത്തന്ന വളയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ കിടക്കുന്ന വള ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. വീടിന്റെ മുന്നിൽ വന്ന മുത്തുനബിയുണ്ടല്ലോ, വീടിന്റെ മുന്നിൽ വന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്ത് കേറിയില്ല. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ അകത്ത് കേറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്ത് കേറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാ.